Good afternoon, all. Okay, എങ്ങനെയുണ്ടായിരുന്നു ക്രിസ്മസ് ഒക്കെ അടിപൊളിയായിരുന്നോ? നല്ലതായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മളെ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു, കുറച്ച് അവധികളൊക്കെ കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് നമുക്ക് തുടങ്ങാം. നമ്മുടെ ഓർഗനൈസേഷൻ ബിഹേവിയർ വായിച്ചു നോക്കിയാവും. കുറച്ച് അവധിയൊക്കെ കിട്ടി, ഇപ്പൊ വായിക്കാൻ നേരം കിട്ടിയോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകള്? നമ്മുടെ പ്രൊഡക്ടിവിറ്റി അപ്രോച്ച് വരെ പറഞ്ഞു നിർത്തി അല്ലേ? സിസ്റ്റം അപ്രോച്ച് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യും. അല്ലേ? ശരിയല്ലേ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്തേക്കാം. സിസ്റ്റം അപ്രോച്ചില് എന്ത് സമീപനമാണ് കാഴ്ചവെക്കുന്നതെന്ന് നോക്കാം. ഒരു ഓർഗനൈസേഷൻ ആവുമ്പോൾ നമ്മൾ പറഞ്ഞു, ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന്റെ വർക്ക് പ്രധാനപ്പെട്ടതാണ്. ഓരോ എംപ്ലോയിയുടെയും ബിഹേവിയർ അത് മനസ്സിലാക്കി തന്നെ കൈകാര്യം ചെയ്ത ഓർഗനൈസേഷൻ സക്സസ് നേടാനായിട്ട് എളുപ്പത്തിൽ നേടാനായിട്ട് സാധിക്കും. കാരണം അവർക്ക് അനുയോജ്യമായിട്ടുള്ള വർക്കുകൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് താല്പര്യത്തോടു കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സന്നദ്ധത ഉണ്ടെങ്കിൽ ഓർഗനൈസേഷനിൽ നന്നായിട്ട് തന്നെ എഫക്റ്റീവായിട്ട് തന്നെ അവരുടെ എഫേർട്ട് യൂട്ടിലൈസ് ചെയ്യുകയും അത് വിജയം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ സിസ്റ്റം അപ്രോച്ചിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ സിസ്റ്റം ഈസ് ആൻ ഇന്റർകണക്റ്റഡ് പാർട്ട് ദാറ്റ് ഇന്ററാക്ട്സ് വിത്ത് വൺ അനദർ ആൻഡ് ഫങ്ഷൻസ് ആസ് എ ബോണ്ട്. ഓക്കെ, അതായത് ഒന്നൊന്നിനോട് ചേർന്ന വിധത്തിൽ അല്ലെ ഇന്ററാക്ട് ചെയ്ത് മൂവ് ചെയ്യുമ്പോഴാണ് തീർച്ചയായിട്ടും ഓർഗനൈസേഷൻ മൊത്തത്തിൽ അതിന്റെ പ്രവർത്തനം സജ്ജമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. Within the organization, people employ technology in performing the task that they are responsible for, while the structure of the organization serve as a basis for organizing. Okay, നല്ലൊരു ഘടനയോട് കൂടിയിട്ടുള്ള ഒരു സ്ട്രക്ചർ അത് നല്ലൊരു ഘടനയോട് കൂടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ കൃത്യമായിട്ട് തന്നെ ഒരു ക്ലിയർ പിക്ചർ ഉണ്ട്. ആരാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺസ്, ആരാണ് അതിന്റെ അണ്ടറിലൊക്കെ വർക്ക് ചെയ്യുന്നതിനൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ അവിടെ അവൈലബിൾ ആണ്. സോ അതനുസരിച്ചിട്ട് മൂവ് ചെയ്യാനൊക്കെ സാധിക്കും അല്ലെ? അത് മാത്രമല്ല നമുക്കറിയാം ഏതൊരു ഓർഗനൈസേഷനിലാണെങ്കിൽ നമ്മുടെ മെഷീൻ കാര്യങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കുന്നുണ്ടാവും. എന്തെങ്കിലും ടെക്നോളജി അല്ലെ സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ ആയിരിക്കും പീപ്പിൾസും അവിടെ വർക്ക് ചെയ്യുന്നത് അല്ലെ? ഇത് ഓർഗനൈസേഷൻ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേകമായിട്ടുള്ള ഘടനയുണ്ട്. ഒപ്പം തന്നെ അവിടെ കുറെ മെഷീൻ ടെക്നോളജിക്ക് ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള രീതിയിലേക്ക് തന്നെയായിരിക്കും അവിടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒപ്പം തന്നെ വർക്കേഴ്സും വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ ആ ഒരു രീതിയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം കണക്റ്റഡ് ആണ് അല്ലെ? ഏതെങ്കിലും ആ ഒരു സ്ട്രക്ചർ ഒരു ഘടനയില്ലാതെ ഓർഗനൈസേഷൻ മൂവ് ചെയ്യാൻ സാധിക്കില്ല. എംപ്ലോയി ഇല്ലാതെ ഓർഗനൈസേഷൻ മൂവ് ചെയ്യാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ ടെക്നോളജി അല്ലെ അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജി നമ്മൾ കരസ്ഥമാക്കി അതിനോടൊപ്പം തന്നെ മൂവ് ചെയ്യേണ്ടത് ആവശ്യമാണ് അല്ലെ? വേണ്ടിവരില്ലേ? ഓർഗനൈസേഷൻ നന്നായിട്ട് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ ഇതെല്ലാം ഒരേപോലെ പോവേണ്ടേ? വേണ്ടിവരോ? ഒരു സാധ്യതയില്ല. ഓക്കെ, അപ്പോ നമ്മൾ പറയുന്നത് തന്നെയാണ് അത് ഒരു കണക്റ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് അല്ലെ? ഓൾ ദിയർ ഡിഫറെന്റ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ വ്യത്യസ്ത പ്രവർത്തനങ്ങളാണ്. ഒരുപക്ഷെ ടെക്നോളജി അല്ലെങ്കിൽ മെഷീൻസ് അതിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ പീപ്പിൾസ് അവരവരുടേതായിട്ടുള്ള വൃത്തികൾ ചെയ്യുന്നു. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു രീതി അല്ലെ? അത് ആ ഒരു ഫോർമാലിറ്റിയിലായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. ഓക്കെ, അതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഡ്യൂട്ടികൾ വ്യത്യസ്തമായിട്ടുള്ള രീതികളാണ് പോകുന്നതെങ്കിലും ഒന്നൊന്നിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലെ? The system view എന്താണ് accentuates the interdependence then interdependence of each of these elements അല്ലെ?
അവിടെ നമ്മൾ വീക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ പരസ്പരം പ്രാധാന്യത്തോടു കൂടിയിട്ട് തന്നെ ഓരോ എലമെന്റിനെയും കൈകാര്യം ചെയ്യണം. നമ്മൾ സ്ട്രക്ചർ വേണ്ടാന്ന് വെച്ചുകൊണ്ട് ഓക്കെ എംപ്ലോയീസിന് തോന്നുന്ന നിലയ്ക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം റിസൾട്ട് നേടിയെടുക്കാൻ പറ്റില്ല അല്ലെ. സൂപ്പർവൈസേഴ്സും അവരൊന്നും ആവശ്യമൊന്നുമില്ല, വർക്കേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നതാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഭൂരിഭാഗം പേര് വർക്ക് ചെയ്യുന്നവരായിരിക്കും, പക്ഷെ 1-2 പേരെങ്കിലും അടുത്തതായിട്ട് വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ടാവും. ഉണ്ടാവില്ലേ? എല്ലാവരെയും നമുക്ക് ഒരുപോലെ തന്നെ വിശ്വസിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു സാധ്യതയുണ്ടാവും? ഇല്ല അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞത് ഈ ഓരോ എലിമെന്റിനും പ്രാധാന്യമുണ്ട്. ടെക്നോളജി ഇനി ഡെവലപ്പ് ചെയ്യുന്ന ടെക്നോളജി നമുക്ക് യൂസ്ഫുൾ അല്ലെ, നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു രീതി തന്നെ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ സക്സസ് ആവില്ല. നമുക്കറിയാം ആ ടെക്നോളജിക്ക് അനുസൃതമായിട്ട് തന്നെ മൂവ് ചെയ്യണം അല്ലെ. അപ്പോ സ്ട്രക്ചർ ആവശ്യമാണ്, എന്താണ് അതേപോലെ തന്നെ ടെക്നോളജി ആവശ്യമാണ്, നല്ല നല്ല എംപ്ലോയീസ് ഒക്കെ അവിടെ ആവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. Within the organization, if the organization as a whole is to function effectively, okay, നമുക്കറിയാം ഓർഗനൈസേഷൻ നല്ല മൊത്തത്തിലെ നല്ല പ്രവർത്തനം കാഴ്ചവെക്കണമെന്നത് ആവശ്യമാണ്. And the key aspect of a system which view of organization is its emphasis on the interaction between the organization and its broader environment, which consists of a social, economic, cultural, and political within which they operate. Okay. ഇനി മറ്റൊരു കാര്യം പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഇന്റർകണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതെല്ലാം. ഈ എല്ലാ എലമെന്റ്സിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം ഉണ്ടെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഓർഗനൈസേഷന്റെ വ്യാപ്തി കുറച്ചും കൂടി വികസിതമായിട്ടുള്ള രീതിയിൽ തന്നെ മനസ്സിലാക്കണം. അതായത് അതിന്റെ ആ ഒരു ബ്രോഡർ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് അല്ലെ, ആ ഒരു ഓർഗനൈസേഷന്റെ ചുറ്റുപാട് എന്ന് പറയുന്നത് എന്താണ്, അവിടെ തൊഴിലുടമ തൊഴിലാളികൾ മാത്രമുള്ള ഒരു ബന്ധം മാത്രം കീപ്പ് ചെയ്താൽ പോരാ അല്ലെ. നല്ല രീതിയിൽ മൂവ് ചെയ്യണമെങ്കിൽ മറ്റു ഫാക്ടേഴ്സും കൂടി കൺസിഡർ ചെയ്യണം അല്ലെ. സാമൂഹ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും സാംസ്കാരികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാധീനങ്ങളൊക്കെ വേണം. എന്റെ പേരിലെ ഇപ്പൊ ഇൻ കേസ് എംപ്ലോയീസ് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ബാർഗെയിൻ ചെയ്യാനായിട്ട് യൂണിയനെ സപ്പോർട്ട് ചെയ്യുന്നു, ഒരു രാഷ്ട്രീയ സ്വാതന്ത്ര്യം കൂടുതലാണ് എങ്കിൽ തീർച്ചയായിട്ടും ഓർഗനൈസേഷന് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാ വേണം അല്ലെ, നല്ലൊരു രീതിയിലുള്ള ഒരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഒക്കെ കാഴ്ചവെക്കണമെങ്കിൽ ചിലപ്പോൾ അവിടെ ഒരു സ്വാധീന ശക്തി എംപ്ലോയിക്ക് അവരുടെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനൊക്കെ വേണ്ടി വരും. പക്ഷെ അവരുടെ ആ ഒരു കൂടുതൽ പാർട്ടിസിപ്പേഷൻ വന്നു കഴിഞ്ഞാൽ, ഇൻവോൾവ്മെന്റ് കൂടി കഴിഞ്ഞാൽ ഓർഗനൈസേഷന് എന്താണ് രാഷ്ട്രീയപരമായിട്ട് തന്നെ എപ്പോഴും ചലിക്കേണ്ടതായിട്ട് വരും അല്ലെ, അവരൊക്കെ തൃപ്തിപ്പെടുത്തേണ്ടത് ആവശ്യമായിട്ട് വരും. അതേപോലെ തന്നെ അല്ലെ സാമ്പത്തികമായിട്ടും നമുക്കറിയാം അല്ലെ, ചില ഓർഗനൈസേഷനുകളൊക്കെ ഏതെങ്കിലും രീതിയിൽ ഫിനാൻഷ്യലി ഒക്കെ ഏതെങ്കിലും രീതിയിലൊക്കെ ലോണും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. സോ സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ നമുക്ക് അതിനോടൊപ്പം ചേർന്ന് മൂവ് ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. സമൂഹത്തില് നമുക്കറിയാം സാമൂഹ്യപരമായിട്ട് നമ്മളിപ്പോ ഏതൊരു സ്ഥാപനമാണെങ്കിലും ആ സ്ഥാപനം എന്താണ് സമൂഹത്തില് സ്ഥാപിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ചില പെർമിഷനൊക്കെ ആവശ്യമാണ്. ഇപ്പോ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും സമൂഹത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ആ സ്ഥാപനം അത് കൈകാര്യം ചെയ്യണമെങ്കിൽ ഫുൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് മൂവ് ചെയ്ത് പോകാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ ബ്രേക്ക് ആവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ ഇതെല്ലാം തന്നെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പല എലമെന്റ്സുകൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അതോടൊപ്പം തന്നെ എന്താണ് എൻവയോൺമെന്റൽ ആയിട്ടുള്ള പല ഫാക്ടേഴ്സും അതിന് പ്രാധാന്യത്തോടു കൂടി കൈകാര്യം ചെയ്യേണ്ടതാണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സിസ്റ്റം അപ്രോച്ചിൽ ഓർമ്മപ്പെടുത്തുന്നത്. Then വീണ്ടും ഓർഗനൈസേഷൻസ് ആർ ഡിപെൻഡ് അപ്പോൺ their environment in 2 main ways. 2 രീതിയിലാണ് ആ എൻവയോൺമെന്റ് കാര്യങ്ങളെ കുറിച്ചിട്ട് ഇവിടെ എടുത്ത് പറയുന്നത്. ഫസ്റ്റ്ലി ഓർഗനൈസേഷൻ റിക്വയർസ് ദ ഇൻപുട്സ് ഫ്രം ദ എൻവയോൺമെന്റ് ഇൻ ദ ഫോം ഓഫ് റോ മെറ്റീരിയൽസ്, പേപ്പർ, മണി, ഐഡിയാസ് ആൻഡ് സോ ഓൺ. ഓക്കെ, നമ്മളൊരു സ്ഥാപനം തുടങ്ങിയാണെങ്കിൽ ഇപ്പോ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെങ്കിലും സർവീസ് യൂണിറ്റ് ആണെങ്കിലും തീർച്ചയായിട്ടും നമുക്കറിയാം അതിന് എന്താണെങ്കിലും അല്ലെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിലും റോ മെറ്റീരിയൽസ് അല്ലെ സാധനങ്ങളൊക്കെ നിർമ്മിക്കുന്ന ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ആവശ്യമാണ്. ദെൻ പീപ്പിൾസ് എംപ്ലോയീസിന് ആവശ്യമാണ്. നമുക്കറിയാം ആണ് ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് തുടങ്ങാൻ സാധ്യതയുള്ള മണി ആവശ്യമാണ്. അതിന് നല്ല ഐഡിയാസും കാര്യങ്ങളൊക്കെ ആവശ്യമാണ് അല്ലെ. ഒരു സ്ഥാപനം പെട്ടെന്ന് നമുക്കൊരു സുപ്രബോധത്തിൽ ഒരു ഐഡിയ ഇല്ലാതെ ഒന്നും തുടങ്ങാൻ പറ്റില്ല. നേരത്തെ കൂട്ടി അതിന്റെ ഐഡിയയും അത് എങ്ങനെയാണ് അതിന്റെ റോ മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്യുന്നതൊക്കെ ആലോചിച്ച് അതൊക്കെ നല്ല അവൈലബിൾ ആയിട്ടുള്ള പ്രൈസിലൊക്കെ നമുക്ക് എത്തിപ്പെടുന്ന രീതികളെ കുറിച്ചിട്ടൊക്കെ ആലോചിച്ച് അതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് ഉണ്ടോ എന്നൊക്കെ ആലോചിച്ച് അതിൽ വർക്ക് ചെയ്യാനുള്ള പീപ്പിൾസിന്റെ സാന്നിധ്യമൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഡിസൈഡ് ചെയ്തിട്ടാണ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ദ ഓർഗനൈസേഷൻ ഇറ്റ്സെൽഫ്
can be thought of as a performing certain transformation process or as the inputs in order to create output in the form of a product or service. Okay, നമുക്കറിയാം ഇങ്ങനെയുള്ള രീതിയിലുള്ള ഈ റോ മെറ്റീരിയൽസും എന്താണ് പീപ്പിൾസ് എംപ്ലോയീസിന്റെ ഒരു സപ്പോർട്ടും എല്ലാം കൂടി അല്ലെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മണിയുടെ ഒക്കെ ഉപയോഗത്തിന്റെ നല്ല ഫലപ്രദമായിട്ടുള്ള യൂട്ടിലൈസേഷന്റെ ഒക്കെ ഫലമായിട്ടാണ് അവിടെ നമുക്കറിയാം നല്ല രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഒരു പ്രൊഡക്ഷൻ ആണെങ്കിലും സർവീസ് ആണെങ്കിലും നമുക്കറിയാം അവിടെ മാർക്കറ്റിൽ അവൈലബിൾ ആകുമ്പോൾ അത് പബ്ലിക് സ്വീകരിക്കത്തക്ക വിധത്തിൽ നമ്മൾ ഔട്ട്പുട്ട് ആക്കിയത് മാറ്റേണ്ടതുണ്ട് അല്ലെ. അപ്പോൾ on its inputs in order to create outputs in the form of products or service. നമുക്കറിയാം പല ബിസിനസ്സുകളും എല്ലാം പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആവണമെന്നില്ല. ഇൻ കേസ് ഓഫ് ഹോസ്പിറ്റൽ, ടീച്ചിങ്, ഇതൊക്കെ എന്താണ് സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ് ആണ് അല്ലെ. അവിടെ നല്ലൊരു ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യുന്നു, അതിനാവശ്യമായിട്ടുള്ള സംഭവങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഫണ്ട് ആവശ്യമാണ്. അത് കൈകാര്യം ചെയ്യുന്നതിനുള്ള ഇപ്പൊ നമ്മള് തന്നെ ഒരു ടീച്ചിങ് ആണെങ്കിൽ അല്ലെ നമുക്ക് അതിന് മെറ്റീരിയൽസ് ആവശ്യമാണ്. തീർച്ചയായിട്ടും കമ്പ്യൂട്ടറും അല്ലെ സംഭവങ്ങളൊക്കെ അവിടെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. പീപ്പിൾസ് ആയിട്ടുള്ള ഞാൻ അല്ലെ ഇവിടെ ടീച്ചിങ്ങിന് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് തീർച്ചയായിട്ടും എന്താണ് അവിടെ നല്ല ഐഡിയാസ് അല്ലെ ഡയറക്ടേഴ്സിന്റെ നല്ല ഐഡിയാസിന്റെ ഫലമായിട്ടാണ് ഇത് ഔട്ട്പുട്ട് ആയിട്ട് നിങ്ങളുടെ കൈകളിൽ എത്തുന്നത്. സോ എന്താണ് ആ ഒരു ഇൻപുട്സുകൾ അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുമ്പോഴാണ് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിട്ട് മാറുന്നത്. അപ്പൊ അത് പ്രൊഡക്ഷൻ ആണെങ്കിലും സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഇതാണെങ്കിലും നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്താൽ മാത്രമാണ് ഔട്ട്പുട്ട് ആയിട്ട് വരാനായിട്ട് സാധിക്കുന്നത്. Secondly, the association depends on the environment that is a public to accept is the output that is your products or service. Okay. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഈ നല്ല ഔട്ട്പുട്ട് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ പബ്ലിക് ആക്സെപ്റ്റ് ചെയ്തില്ല എങ്കിൽ അല്ലെങ്കിൽ മാർക്കറ്റ് അത് കീഴടക്കിയില്ല എങ്കിൽ അതുകൊണ്ട് യൂട്ടിലൈസേഷൻ വരുന്നില്ല അല്ലെ, ഇതിന് ഉപയോഗം വരുന്നില്ല. ഓക്കെ, ചെയ്യാം. അവിടെ കൃത്യമായിട്ട് പറഞ്ഞു അല്ലെ, ഒരു സിസ്റ്റം അപ്രോച്ചില് നമ്മൾ പ്രധാനമായിട്ടും ഒക്കെ ഡിപ്പെൻഡബിൾ ആണ് എന്ന് പറയുന്നതാണ്. അതായത് പബ്ലിക് അല്ലെങ്കിൽ അവിടെ ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള കുറെ സംഭവങ്ങൾ, അതായത് മണി അല്ലെങ്കിൽ എംപ്ലോയീസ്, ടെക്നോളജി, തന്നെ എന്താണ് അവിടെ സർവീസ് ഓറിയന്റഡ് ആണെങ്കിലും പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആണെങ്കിലും മാർക്കറ്റ് അത് പബ്ലിക് നന്നായിട്ട് തന്നെ അത് സ്വീകരിക്കാം. സോ എങ്കിൽ മാത്രമാണ് ആ ബിസിനസ് സക്സസ് ആയിട്ട് പോകുകയുള്ളൂ അല്ലെ. The systems views of organization thus accentuates the key interdependencies that organization must manage. ഓർഗനൈസേഷൻ എന്തായാലും മാനേജ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഈ ഒരു ഡിപ്പെൻഡ് അല്ലെ, ഒന്നൊന്നിനോട് ചേർന്നിരിക്കുന്ന ഈ കാര്യങ്ങളെ കുറിച്ചിട്ട് പ്രാധാന്യത്തോടു കൂടിയിട്ട് കൈകാര്യം ചെയ്യേണ്ടതാണ്. Within themselves, the organization must trade off interdependencies among people, task, technology, and structure to perform their transformation process effectively and efficiently. Okay, നമ്മൾ നേരത്തെ പറഞ്ഞ നല്ല ഘടനയും നല്ല ഐഡിയാസ് ഒക്കെ അത് ടെക്നോളജിയുടെയും പീപ്പിൾസിന്റെ ഒക്കെ സാന്നിധ്യത്തിലൊക്കെ കൈകാര്യം ചെയ്ത് അത് മാത്രമല്ല അത് പബ്ലിക്കിന്റെ ഇടയിലേക്ക് നല്ല രീതിയിൽ ഔട്ട്പുട്ടായിട്ട് ട്രാൻസ്ഫോർമേഷൻ നടത്തിയാൽ മാത്രമാണ് അത് സക്സസ് ആയിട്ട് വരികയുള്ളൂ. Organization must also recognize their interdependencies with the broader environment within which they exist. So,
തീർച്ചയായിട്ടും വിശാലമായിട്ടുള്ള ഒരു കാര്യം അല്ലെ, അത് നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കിയാൽ മാത്രമാണ് സ്ഥാപനത്തിന് നിലനിന്ന് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ പലതരത്തിലുള്ള അല്ലെ നമ്മുടെ സമീപനങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ലാസ്റ്റ്ലി സിസ്റ്റം അപ്രോച്ചിലെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും അല്ലെ, കുറെ എംപ്ലോയീസിനെ നമ്മൾ അപ്പോയിന്റ്മെന്റ് ഒക്കെ കൊടുത്ത് നിലനിർത്തിക്കൊണ്ട് പോകണമെന്ന് ആഗ്രഹിച്ചാൽ പോലും അത് സക്സസ് ആവണമെങ്കിൽ എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ കൂടി അത് കൺസിഡർ ചെയ്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മാത്രമാണ് ഓർഗനൈസേഷന് സക്സസ് ആയിട്ട് മുന്നോട്ട് അല്ലെങ്കിൽ വിജയം നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, സിസ്റ്റം അപ്രോച്ച് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് നോക്കിയാണോ? ക്ലിയർ ആണോ? ഓക്കെയാണോ? ഓക്കെയാണ്. ഓക്കെ, അപ്പൊ അത് പ്രാധാന്യത്തോടെ മനസ്സിലാക്കാം. എല്ലാം അല്ലെ അവിടെ ഡിപ്പെൻഡബിൾ ആണ് എന്നുള്ളത്, അതായത് ഇന്റർഡിപെൻഡൻസീസ്, ഈ ഇന്റർഡിപെൻഡൻസ് എല്ലാ കാര്യങ്ങളും സ്ട്രക്ചർ ആണെങ്കിലും എന്താണെങ്കിലും അല്ലെ, ഇൻവെസ്റ്റ്മെന്റ് മണി ആണെങ്കിലും എംപ്ലോയി ആണെങ്കിലും എല്ലാം ഐഡിയാസ് ആണെങ്കിലൊക്കെ റിലേറ്റഡ് ആയിട്ട് തന്നെ ഒരേപോലെ തന്നെ മൂവ് ചെയ്ത് പോകേണ്ടത് ആവശ്യമാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് മോഡൽ ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയർ ആണ്. ഓക്കെ, നമ്മളിപ്പോ അല്ലെ വർക്ക് ചെയ്യുന്ന ഇടം തീർച്ചയായിട്ടും നമുക്കറിയാം, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഹോസ്പിറ്റലാകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഏത് രീതിയാണോ ഫോളോ ചെയ്യേണ്ടത് അപ്പൊ ആ കാറ്റഗറി അനുസരിച്ചിട്ട് തന്നെ നമ്മൾ മൂവ് ചെയ്യണം അല്ലെ. നമ്മൾ ഏത് സ്ഥാപനത്തിലാണ് എങ്കിലും തീർച്ചയായിട്ടും നല്ല രീതിയിൽ കൈകാര്യം ചെയ്താൽ മാത്രമാണ് അതിന് ബെറ്റർ റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വിവിധ മോഡലുകളുണ്ട്. അതായത് ഇവിടെ ലാസ്റ്റ് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ആ എക്സാമ്പിൾസ് വെച്ച് നമുക്ക് മുന്നോട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അതല്ലാതെ ഈ ഒരു ടേബിള് നമുക്ക് വിവരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ നമ്മളത് ഓർത്ത് നോക്കാം. ഓരോ എക്സാമ്പിൾ വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ നമുക്ക് അത് കാറ്റഗറൈസ് ചെയ്ത് മനസ്സിലാക്കാം. നമുക്ക് ഡിഫൻസ് തീം. എന്താണ് ഡിഫൻസ് തീം? പ്രതിരോധ മന്ത്രാലയങ്ങളൊക്കെ അല്ലെ, ആർമി കാര്യങ്ങളൊക്കെ അവരുടെ ജോലി നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ. ഒരു കമാൻഡ് ആൻഡ് ഓർഡർ ആണ് അല്ലെ ഇവിടെ നടപ്പാക്കുന്നത്. കമാൻഡ് ചെയ്യുന്നതനുസരിച്ചിട്ട് അവിടെയുള്ള എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നു. ശരിയല്ലേ? ആണോ? ഡിഫൻസ് പ്രതിരോധത്തില് ഏത് കാര്യം അങ്ങനെ തന്നെയാണ് അല്ലെ. നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ വന്നാലും, പെട്ടെന്ന് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും അപകട മേഖല വരുമ്പോഴും ഡിഫൻസ് ടീം നന്നായിട്ട് പ്രതിരോധ പ്രവർത്തനം നടത്തുന്നു. കാരണം എന്താണ്, അവര് ക്വിക്ക് ആയിട്ടുള്ള ആക്ഷൻസുകൾ എടുക്കണം അല്ലെ. ഹോസ്പിറ്റലിലാണെങ്കിൽ നമുക്കറിയാം ചില ടൈമുകളിലൊക്കെ നമ്മളത് ഏതാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അല്ലെ, അത് കൂടുതലായിട്ട് പഠിച്ചേക്കുന്ന ഒരു കാര്യമാണ്. അവിടെ പെട്ടെന്ന് തന്നെ അർജന്റലി കുറച്ച് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് പോകേണ്ടതുണ്ട്. അപ്പൊ ഡിഫൻസ് ടീമിന്റെ ഒരു ഘടന എങ്ങനെയാണെന്ന് നോക്കാം. അതില് എങ്ങനെയാണ് ബേസിസ് ഓഫ് മോഡൽ എന്ന് പറയുന്നത്, അതായത് ഓട്ടോക്രാറ്റിക് പവർ ആണ് അല്ലെ. ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കമാൻഡ് ഓർഡർ പറയുന്നതനുസരിച്ചിട്ടാണ് അവിടെയുള്ള ബാക്കിയുള്ളവര് വർക്ക് ചെയ്യുന്നത് അല്ലെ. ഏകാധിപത്യ രീതിയിൽ തന്നെയുള്ള ഒരു ശക്തി, കമാൻഡ് ആൻഡ് ഓർഡർ ആണ് അവിടെ നടപ്പാക്കുന്നത്. ശരിയല്ലേ? അല്ലേ? അധികാരം, ആ ഒരു മരീചിരിയൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് അവര് അധികാരപൂർവമായിട്ട് കമാൻഡർ എന്താണോ പറയുന്നത് അതാണ് അവിടെ നടപ്പാക്കുന്നത്. സോ ഡിഫൻസ് ടീം പ്രതിരോധ മന്ത്രാലയം ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. അവിടെ ഓട്ടോക്രാറ്റിക് പവർ ആണ് മോഡലായിട്ട് വരുന്നത്, ബേസ് ഓഫ് മോഡലായിട്ട് വരുന്നത്. മാനേജീരിയൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് അതോറിറ്റി, കമാൻഡ് നടത്തുന്ന വ്യക്തികൾക്കാണ് അതിന്റെ അധികാരം ഉണ്ടാവുന്നത്. ദെൻ എംപ്ലോയി ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ ഒബീഡിയൻസ്, അനുസരിക്കുക എന്നുള്ളതാണ് അല്ലെ. അതിന്റെ കീഴിലുള്ളവര് ഓക്കെ ഒന്നിച്ച് മൂവ് ചെയ്യാൻ പറയുമ്പോൾ ഒന്നിച്ച് മൂവ് ചെയ്യുന്നു, ഒന്നിച്ച് ഇന്നത് ചെയ്യാൻ പറയുമ്പോൾ അവര് ഇന്നത് ചെയ്യുന്നു അല്ലെ. അനുസരണയല്ലേ അവിടെ പ്രധാനമായിട്ട് വരുന്നത് അല്ലേ. അല്ലാതെ ഈ ഒരു ടേബിൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ വരും. ഈ രീതിയിൽ ഓർത്ത് വയ്ക്കുക. ഇപ്പൊ എളുപ്പമാണോ? ഇങ്ങനെ പഠിച്ചാൽ മതിയില്ലേ? കേലേ എന്നോടൊപ്പം മൂവ് ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ, അപ്പൊ ഡിഫൻസ് ടീമിന്റെ
ഓട്ടോക്രാറ്റിക് പവർ ആണ് ബേസിക് മോഡലായിട്ട് വരുന്നത്. മാനേജറിയൽ ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ അതോറിറ്റി, അധികാരമുള്ള പേഴ്സൺസ് കമാൻഡ് കൊടുക്കുന്നത് അനുസരിച്ചിട്ട് തന്നെ എംപ്ലോയീസ് എന്ത് ചെയ്യുന്നു, അവിടെ അനുസരിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ എംപ്ലോയിക്ക് സൈക്കോളജിക്കൽ റിസൾട്ട് എന്ന് പറയുന്നത് ഡിപെൻഡ്സ് ഓൺ ബോസ്, അല്ലെ. അതായത് ബോസ് പറയുന്നതിനെ അനുസരിച്ചിട്ട് അവർക്ക് റിസൾട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ, സക്സസ്. കേസ് യുദ്ധവും കാര്യങ്ങളൊക്കെ വരുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്, അല്ലെ. അവിടെ വിജയം കൈവരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ, ബോസ് പറയുന്നത് എന്താണോ അതിനനുസരിച്ചിട്ടാണ്, അവര് പറയുന്ന അനുസരിച്ചിട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് സക്സസ് ആണ്. ഓക്കെ, ഡിപെൻഡ്സ് ഓൺ ബോസ്. ദെൻ എംപ്ലോയി നീഡ്സ് മീറ്റ്, ഓക്കെ, സബ്സിസ്റ്റൻസ്, അതായത് അവരുടെ ആവശ്യങ്ങളൊക്കെ നമുക്കറിയാം. അതിനെ, അല്ലെ, ഒരു പരിധി വരെ അവർക്ക് എന്താണോ കമാൻഡ് ചെയ്യുന്നത് അതനുസരിച്ചിട്ട് തന്നെ മീറ്റ് ചെയ്ത് പോകേണ്ടതായിട്ട് വരുന്നു. അവരുടെ ആവശ്യങ്ങളും അതിനോട് ചേർന്ന് പൊരുത്തപ്പെട്ട് പോകേണ്ടതായിട്ട് വരുന്നു. പെർഫോമൻസ് റിസൾട്ട് എന്ന് പറയുന്നത് മിനിമം നമുക്ക് ഫുൾ സക്സസ് ആക്കാൻ പറ്റുമെന്നൊന്നും പറയാൻ പറ്റില്ല, അല്ലെ. ചിലപ്പോൾ കമാൻഡ് ചെയ്യുന്നതനുസരിച്ചിട്ട് സക്സസ് ആക്കാൻ പറ്റുമായിരിക്കാം. ചിലപ്പോ ഒരുപക്ഷെ നല്ല കഴിവുള്ള വ്യക്തികളാണെങ്കിൽ കൂടി, അല്ലെ, നമുക്ക് മറ്റു എതിർവശത്ത് നിന്ന് വരുന്ന കാര്യങ്ങൾ, ഒരുപക്ഷെ ദുരന്തം സംഭവിക്കുകയാണെങ്കിലും എതിർവശത്ത് നിന്ന് വരുന്ന ട്രാജഡികളെ ഫേസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവർക്ക് മുഴുവൻ സക്സസ് ആക്കി കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ല, അല്ലെ. യുദ്ധമാണെങ്കിലും എന്തെങ്കിലും ദുരന്തങ്ങളൊക്കെ വന്നാലും എന്താണ് ഡിഫൻസ് ടീം പറയുന്നത് അനുസരിച്ചിട്ട് തന്നെ മൂവ് ചെയ്യാം, പക്ഷെ അത് മിനിമം അവർക്ക് നേടിയെടുക്കാനേ പറ്റിയെന്ന് വരുള്ളൂ. ഓക്കെ, അപ്പൊ ഡിഫൻസ് ടീമിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു ബേസിക് മോഡലും ആ ഒരു രീതി, എംപ്ലോയിയുടെ സൈക്കോളജിക്കൽ റിസൾട്ടുകളും പെർഫോമൻസ് റിസൾട്ടുകളൊക്കെ കുറിച്ചിട്ടാണ് നമ്മൾ ജസ്റ്റ് നോക്കിയത്. ഓക്കെ, എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയോ ഫസ്റ്റ് ഡിഫൻസ് ടീമിന്റെ കുറിച്ചിട്ട്? അതായത് ഏതൊരു ഇതൊക്കെ എന്തിനാ പഠിക്കണേന്ന് ചോദിച്ചാൽ ഒരു ഓർഗനൈസേഷൻ ബിഹേവിയർ ആണ്. അപ്പോ നമ്മളുടെ സ്ഥാപനമാണെങ്കിലും അത് ഏത് രീതിയിലുള്ള സ്ഥാപനമാണോ ആ രീതിയിലുള്ള സ്ഥാപനത്തിന്റെ രീതി ഫോളോ ചെയ്യുന്നതായിട്ട്. ഹോസ്പിറ്റല്, ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ടുള്ള ഹോസ്പിറ്റലല്ല, പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ് ഹോസ്പിറ്റലുകളുണ്ട്. ഓക്കെ, അപ്പൊ അവർക്ക് എന്താണോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പബ്ലിസിറ്റിക്ക് അനുയോജ്യമായ രീതിയിലായിരിക്കും അത് കൈകാര്യം ചെയ്തത്. അപ്പൊ നമ്മൾ ജസ്റ്റ് പഠിച്ചത് ഒരു ഡിഫൻസ് ടീമിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ അതിൻ്റെതായിട്ടുള്ള മോഡലും അതിന്റെ ആ ഒരു രീതി കാര്യങ്ങളാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഗാർമെന്റ്സ് ഫാക്ടറി കുറിച്ചിട്ടാണ്. ഓക്കെ, അതുപോലെ അടുത്ത അതിലേക്ക് ഓക്കെ, ഈ ഗാർമെന്റ്സ് ഫാക്ടറികളിൽ എങ്ങനെയാണ് തൊഴിലാളികൾ എങ്ങനെ വ്യാപരിക്കണെന്ന് നോക്കാം. കസ്റ്റോഡിയൽ, അല്ലെ, അവിടെ എന്താണ് ഒരു കസ്റ്റോഡിയൽ ആയിട്ടുള്ള രീതിയാണ്, അല്ലെ. ഒരു സാമ്പത്തിക രീതി എന്ന് പറയുന്നത് ഒരു എക്കണോമിക്കൽ ആയിട്ടുള്ള റിസോഴ്സസ് ആണ് അവിടെ മോസ്റ്റ്ലി, അല്ലെ, ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അവിടെ ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഗാർമെന്റ്സ് ഫാക്ടറി എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം നല്ലൊരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ആ ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഒരു എക്കണോമിക്കൽ ആയിട്ടുള്ള റിസോഴ്സസ് വെച്ചിട്ട് തന്നെയാണ് അത് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മാനേജറിയൽ ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പണം അവിടെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. നമുക്കറിയാം വലിയ വലിയ ഓർഗനൈസേഷൻ ആണ് എങ്കിൽ മെഷീൻസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടാവാം എംപ്ലോയിയോടൊപ്പം തന്നെ ചില സ്ഥാപനങ്ങളിൽ. ഇത് അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതകളൊന്നുമില്ല. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കി പോവാം. ഓക്കെ, അതായത് നമുക്ക് നെക്സ്റ്റ് നോക്കാം. എന്താണ് എക്കണോമിക് റിസോഴ്സസ് എന്ന് പറയുന്നത്? കസ്റ്റോഡിയൽ എക്കണോമിക് റിസോഴ്സസ് വെച്ചിട്ട് തന്നെയാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. മണി അവിടെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം വലിയ വലിയ ഫാക്ടറികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ മെഷീൻസ് ഒക്കെ സ്ഥാപിക്കും, ഇംപ്ലിമെന്റ് ചെയ്യുന്ന അനുസരിച്ചിട്ടുള്ള മണി അവിടെ ആവശ്യമാണ്. ദെൻ സെക്യൂരിറ്റി ആൻഡ് ബെനിഫിറ്റ്സ്, തീർച്ചയായിട്ടും നമുക്കറിയാം അതിനനുസരിച്ചിട്ടുള്ള സെക്യൂരിറ്റി ബെനിഫിറ്റ്സുകളൊക്കെ എംപ്ലോയീസിനാണെങ്കിലും അത് പ്രൊവൈഡ് ഒക്കെ ചെയ്യേണ്ടത് വരും. ഈ ഫാക്ടറികളൊക്കെ ആകുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രൊട്ടക്ഷൻ ഒക്കെ ആവശ്യമാണ്. ദെൻ ഡിപെൻഡ്സ് ഓൺ ഓർഗനൈസേഷൻ. അപ്പൊ ഇവിടെ എംപ്ലോയീസിന്റെ ഓർഗനൈസേഷൻ ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എംപ്ലോയിക്ക് അവിടെ വർക്ക് ചെയ്യണമെങ്കിൽ, ഇപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എല്ലാത്തിനും ഒരു ഇതുണ്ടെങ്കിലും അവിടെ തീർച്ചയായിട്ടും ഒരു എന്താ പറയുക ഒരു സ്ട്രക്ചർ ഉണ്ടാവും. ഒരു ഫാക്ടറിയിലൊക്കെ പറയുമ്പോൾ ഒരു സ്ട്രക്ചർ ഉണ്ടാവും. എന്താണ് ഓരോരുത്തരുടെ ഡ്യൂട്ടി, ആ ഡ്യൂട്ടി അനുസരിച്ചിട്ട്, അതായത് അനുസരണ എന്നുള്ള ഒരു ഡ്യൂട്ടി അല്ല അവിടെ വരുന്നത്. അവര് കമാൻഡ് ചെയ്യുന്ന ആ ടൈമിൽ പറയുന്ന കാര്യമല്ല കേൾക്കുന്നത്. അവിടെ സ്റ്റാർട്ടിങ് തുടങ്ങി എന്തെങ്കിലും ഒരു ഡ്യൂട്ടി അവർക്ക് ഒരു സ്ട്രക്ചർ ഉണ്ടാവും, അല്ലെ. അപ്പൊ അതനുസരിച്ചിട്ടുള്ള സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് പാക്കേജുകളൊക്കെയാണ് അവർക്ക് ലഭ്യമാകുന്നത്.
അവിടെ എംപ്ലോയീസിന്റെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള റിസൾട്ട് നോക്കുകയാണെങ്കിൽ ഡിപെൻഡ്സ് ഓൺ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ എന്താണോ തരുന്നത് അല്ലെ, അത് പ്രദാനം ചെയ്യുന്നത് അതനുസരിച്ചിട്ട് തന്നെയായിരിക്കും ഓർഗനൈസേഷൻ എന്ത് കമാൻഡ് എന്താണോ നിർദ്ദേശിക്കുന്നത്. ഇപ്പൊ പ്രൊഡക്ഷൻ ഇത്രയും ഉത്പാദിപ്പിക്കാമെന്നായിരിക്കാം, അപ്പൊ അതനുസരിച്ചിട്ടൊക്കെ ഉത്പാദിപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അവരുടെ ഡയറക്ഷൻ അനുസരിച്ചിട്ട് തന്നെയാണ് എംപ്ലോയീസ് നീഡ്സ് മീറ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും തൊഴിലാളികൾക്ക്, ഫാക്ടറിയിലൊക്കെ തൊഴിലാളികൾക്ക് തീർച്ചയായിട്ടും അവരുടെ സെക്യൂരിറ്റി ഒക്കെ കൊടുക്കേണ്ടത്, അതായത് അവരുടെ ജോലി സുരക്ഷ അല്ലെങ്കിൽ അവരുടെ പ്രൊട്ടക്ഷൻ അല്ലെ, ജോലി സുരക്ഷ മാത്രമല്ല അവരുടെ ഹെൽത്ത് സെക്യൂർ ഒക്കെ ആയിട്ട് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ടത് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. പ്രിഫറൻസ് റിസൾട്ട് എന്ന് പറയുമ്പോൾ സിവിൽ കോർപ്പറേഷൻ പെർഫോമൻസ് റിസൾട്ട് എന്ന് പറയുമ്പോൾ സിവിൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ ഓരോ ടേമിലും എത്രത്തോളം അവർക്ക് നേടിയെടുക്കാനായിട്ട് അല്ല ഐക്യത്തോടു കൂടി നിൽക്കുമ്പോൾ അവർക്ക് എത്രത്തോളം നേടിയെടുക്കാനായിട്ട് പറ്റിയിരിക്കുന്നു അതനുസരിച്ചിട്ട് തന്നെയായിരിക്കും അവർക്ക് ഉള്ള നേട്ടം എന്ന് പറയുന്നത്. ദെൻ എന്താണ് ആ ഒരു രീതിയിൽ അല്ലെ പെർഫോമൻസ് റിസൾട്ടിന്റെ ഒക്കെ ബേസിൽ അവർക്ക് സാലറിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതനുസരിച്ചിട്ടുള്ള സെക്യൂരിറ്റി അവർക്ക് ഉണ്ടാവും, ജോലി സുരക്ഷ ആണെങ്കിലും സാലറി കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഇൻസെന്റീവ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ചില ഫാക്ടറികളൊക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം നമുക്കറിയാം ആ ഒരു ഫാക്ടറി ആവുമ്പോഴും അതിൻ്റെതായിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ ഫാക്ടറികൾ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെ ഹ്യൂമൻ റിസോഴ്സസിനേക്കാളപ്പുറം അവിടെ മണി ആവശ്യമാണ് അല്ലെ, എന്തെങ്കിലും ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഹ്യൂമൻ ആണെങ്കിലും അവർക്ക് കൃത്യമായിട്ടുള്ള സാലറി പേയ്മെന്റ്സ് ഒക്കെ കൊടുക്കണം അല്ലെ. ഇൻവെസ്റ്റ്മെന്റ് നടത്തുക എന്ന് പറയുന്നത് ഫാക്ടറിക്ക് ആവശ്യമായിട്ടുള്ള അല്ലെ മെഷീൻസ് ഒക്കെ അവിടെ ആവശ്യമാണ്. അത് എന്ത് ഉത്പാദിപ്പിക്കുകയാണെങ്കിലും നമുക്കറിയാം അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ അവിടെ ആവശ്യമാണ്, തൊഴിലാളികളെ ആവശ്യമാണ്, ഇതിനെല്ലാം എന്താവശ്യമാണ്, ഫണ്ട് ആവശ്യമാണ് അവർക്കെല്ലാം അല്ലെ. എന്തിനാണെങ്കിലും അവർക്ക് സെക്യൂരിറ്റി ഒക്കെ ഉണ്ടാവും, അതായത് പ്രൊട്ടക്ഷൻ ഒക്കെ ലഭ്യമാകുന്ന രീതിയിലായിരിക്കും വർക്കും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. then അവർക്ക് ഇൻസെന്റീവ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അല്ലെ നല്ല ഐക്യത്തോട് കൂടിയിട്ടായിരിക്കും അവിടെ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണ് ഫാക്ടറികളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഡിഫൻസ് ടീം നമ്മൾ പറഞ്ഞു എന്താണ് അവിടെ ഒരു കമാൻഡ് ആൻഡ് ഓർഡർ അനുസരിച്ചിട്ടുള്ള ഡ്യൂട്ടികൾ കൈകാര്യം ചെയ്യുന്ന ഒരു മാറ്ററാണ് അവിടെ പ്രധാനമായിട്ട് വരുന്നത്. ഈ സോഫ്റ്റ്വെയർ ഫേമുകളുണ്ട് അല്ലെ, ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ മറ്റൊരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ഫേമാണ്. സോഫ്റ്റ്വെയർ ഫേം നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൽ നല്ല ഒരു കഴിവ് അല്ലെ, നല്ല യുക്തിയോടുകൂടി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ടീം തന്നെ ഉണ്ടാവും അല്ലെ. അവരുടെ ലീഡർഷിപ്പോട് കൂടിയിട്ടായിരിക്കും ആ സോഫ്റ്റ്വെയർ ഫേം മുന്നോട്ട് പോകുന്നത്. ദെൻ അവർക്ക് അതിനനുസരിച്ചുള്ള സപ്പോർട്ട് അല്ലെ, മാനേജറിയൽ സപ്പോർട്ട് ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള എംപ്ലോയറുടെ ഒക്കെ സപ്പോർട്ട് അവിടെ തീർച്ചയായിട്ടും തൊഴിലാളികളുടെ ഒക്കെ സപ്പോർട്ട് അവിടെ ആവശ്യമാണ് ഉണ്ടാകും. ദെൻ ജോബ് ആൻഡ് പെർഫോമൻസ് അല്ലെ, എംപ്ലോയിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ജോലിക്ക് അനുസരിച്ചിട്ട് ഓക്കെ അത് ഡെവലപ്പ് ചെയ്തൊക്കെ കൊണ്ടുവരാനായിരിക്കും പല മാനേജേഴ്സ് ശ്രമിക്കുന്നത്. ദെൻ മിക്കപ്പോഴും നമുക്കറിയാം ഈ സോഫ്റ്റ്വെയർ ഫേമുകളൊക്കെ പാർട്ണർഷിപ്പോട് കൂടിയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ തുറക്കുന്നത്. അതായത് 1-2 പേഴ്സൺസ് ഒക്കെ ഗ്രൂപ്പായിട്ട് നിന്ന് അവരുടെ ആ ഒരു എന്താ പറയുക തിങ്കിങ്ങില് അല്ലെ അവരുടെ ആ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ആയിട്ട് അല്ലെ ഓരോ പേഴ്സൺസിന്റെ വ്യക്തിപരമായിട്ടുള്ള ആ ഒരു കഴിവുകളിൽ നിന്നായിരിക്കും അത് പ്രവർത്തനം തുടങ്ങുന്നത് തന്നെ. സ്റ്റാറ്റസ് ആൻഡ് റെക്കഗ്നീഷൻ തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല രീതിയിൽ തന്നെ മൂവ് ചെയ്യുമ്പോൾ അവർക്ക് നല്ല ബെറ്റർ അല്ലെ അവിടെ പബ്ലിക് അത് നന്നായിട്ട് തന്നെ ഏറ്റുവാങ്ങുന്നുണ്ടെങ്കിലും അവർക്ക് സ്റ്റാറ്റസ് അല്ലെങ്കിൽ അംഗീകാരം കിട്ടിക്കൊണ്ടിരിക്കും. അത് ഏത് തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഫേമുകളാണെങ്കിൽ അങ്ങനെ തന്നെയായിരിക്കും. പബ്ലിക് അത് ക്യാച്ച് ചെയ്യാനായിട്ട് തയ്യാറാവുമ്പോൾ അവർ ഓക്കെ ആയിട്ട് മുന്നോട്ട് പോകും അല്ലെ. വേക്കൻഡ് ഡ്രൈവേഴ്സ് എന്ന് വെച്ചാൽ അത് പ്രവർത്തിക്കാനായിട്ട് അതിനനുസരിച്ചിട്ടുള്ള അല്ലെ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തലപ്പത്തുള്ള വ്യക്തികൾ അത് തന്നെയായിരിക്കും അത് മുന്നോട്ട് ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പൊ ഉണർന്നു തന്നെ പ്രവർത്തിക്കേണ്ട കാര്യം തന്നെ. അവര് തീർച്ചയായിട്ടും നന്നായിട്ട് ഉണർന്ന് പ്രവർത്തിച്ചില്ല എങ്കിൽ പബ്ലിക്കിന്റെ ഇടയിലേക്ക് അത് അക്സെപ്റ്റബിൾ ആവില്ല. പബ്ലിക് അത് ഓക്കെ ആയിട്ട് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമാണ് ആ ഒരു സോഫ്റ്റ്വെയർ ഫേം സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഫേമുകളുമുണ്ട്. ഓക്കെ, ഇപ്പൊ ജോലികൾ എന്ന് പറയുമ്പോഴും വ്യത്യസ്ത തരത്തിലുള്ള ജോലികളുണ്ട് അല്ലെ. ഓരോ ജോലിയുടെയും നേച്ചർ അനുസരിച്ചിട്ട് അതിന്റെ പ്രവർത്തനങ്ങളിലും ആ സ്ട്രക്ചറിനൊക്കെ വ്യത്യസ്തതകളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി പോവുക. ഒരുപാട് പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ നിങ്ങളൊന്ന് ഇതിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോകുക. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് എന്താണ്, സോഷ്യൽ ഓർഗനൈസേഷൻസ് ആണ്. അതായത് സോഷ്യൽ ഓർഗനൈസേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സമൂഹത്തില് അല്ലെ അവിടെ സാമൂഹികമായിട്ടുള്ള സംഘടനകളൊക്കെയാണ്. അവരൊക്കെ എന്താണ് അവരൊരു കൂട്ടം പേഴ്സൺസ് ഒക്കെ അല്ലെ ഒരു സാഹചര്യങ്ങളൊക്കെ കൂടി ചിലപ്പോൾ വേണമെങ്കിൽ എന്തെങ്കിലും രീതിയിലൊക്കെ രൂപീകരിക്കുന്ന പാർട്ണർഷിപ്പ് ഫേമുകളൊക്കെ ആയിരിക്കും
ഒരു ടീം വർക്ക് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത് അല്ലെ, ഒരു ഒന്നിച്ച് അല്ലെ ഒറ്റക്കെട്ടായിട്ട് നിന്നായിരിക്കും വർക്ക് ചെയ്യുന്നത്. ദെൻ റെസ്പോൺസിബിൾ ബിഹേവിയർ, തീർച്ചയായിട്ടും അവരുടെ പെരുമാറ്റം അല്ലെ നല്ല രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടെങ്കിലാണ് നമുക്കറിയാം കോൺഫ്ലിക്ട്സുകൾ തർക്കങ്ങളൊന്നും ഇല്ലാതെ ആ ഒരു ഫേമിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ സോഷ്യൽ ആയിട്ടുള്ള സംഘടനകളാണ്. then സെൽഫ് ഡിസിപ്ലിൻ, അവിടെ ഓരോരുത്തരും അല്ലെ ഓരോ പാർട്ണർഷിപ്പ് ആണെങ്കിലും ഓരോരുത്തരും അവരുടെ സെൽഫ് ഡിസിപ്ലിൻ കീപ്പ് ചെയ്ത് മൂവ് ചെയ്താലാണ് തർക്കങ്ങളൊന്നും ഇല്ലാതെ തന്നെ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. തീർച്ചയായിട്ടും മോഡറേറ്റിംഗ് എന്തൂസിയാസം, അതായത് നമുക്ക് അറിയാം മിതമായിട്ടുള്ള രീതിയിൽ തന്നെ അല്ലെ അവർക്ക് കുറച്ചും കൂടി നല്ല ഒരു ഉത്സാഹം കിട്ടത്തക്ക വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർ ആസൂത്രണം ചെയ്യേണ്ടതാണ്. എപ്പോഴും ഇൻഡിവിജ്വലി അവര് ചിന്തിച്ചായിരിക്കും ഓരോന്നും നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വലിയ പണിയാണ്. മൈൻഡിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഇതേ മോഡലുകൾ ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ഇതില് അടുത്തത് പറയുന്നത് മോഡറേറ്റ് എന്തൂസിയാസം അല്ലെ, മിതമായ രീതിയിലൊക്കെ ഉത്സാഹം, മീൻസ് ആവേശം കൂടി പോവരുത് അല്ലെ. നമ്മളിപ്പോ ഏതെങ്കിലുമൊക്കെ സംഘടന ഇച്ചിരി കൂടി നന്നായിട്ടൊക്കെ വരുമ്പോൾ ചിലപ്പോ പെട്ടെന്ന് അത് തകർക്കും. കാരണം എന്താണ്, അത് ആവേശം കൂടിപ്പോയി പല പല വലിയ വലിയ കാര്യങ്ങളൊക്കെ ഏർപ്പെട്ട് ചിലപ്പോൾ വേണമെങ്കിൽ പെട്ടെന്ന് ഡൗൺ ആയി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ഒരു മിതമായ രീതിയിലൊക്കെ തന്നെ ആവശ്യത്തോടു കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടൊക്കെ ശ്രമിക്കണം. നല്ല വിശ്വസ്തതാപൂർവ്വം, അതോടൊപ്പം തന്നെ ഒരു സെൽഫ് ഡിസിപ്ലിനോട് കൂടിയിട്ട് അച്ചടക്കത്തോട് കൂടിയിട്ട് നല്ല രീതിയിലുള്ള പാർട്ട്ണർഷിപ്പോട് കൂടിയിട്ടൊക്കെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വിജയിച്ചു പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പൊ ഏതൊരു ബിസിനസ്സും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്ത് മുന്നേറണമെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള കുറച്ച് രീതി ഫോളോ ചെയ്യേണ്ടതായിട്ട് അല്ലെ. ഇവിടെ ഇപ്പോ നമ്മള് ഡിഫൻസ് ടീമിലൊക്കെ ആണെങ്കിൽ ഒരു കമാൻഡിങ് ഓർഡർ ഒന്നും ഇല്ല എങ്കിൽ, കമാൻഡർ പറയുന്നത് കേൾക്കാനായിട്ട് താല്പര്യമൊന്നും ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ അനുസരിക്കില്ല എന്നുള്ളൊരു മനോഭാവം ഉണ്ടെങ്കിൽ അവിടെ അതേപാടി തകർന്നു പോകും. കാരണം നമുക്കറിയാം അവിടെ അത് എത്ര റിസ്ക് ഫാക്ടർ ആണെങ്കിലും അതനുസരിക്കാനായിട്ട് സജ്ജമാണ് എങ്കിൽ മാത്രമാണ് ആ ഒരു ഡിഫൻസ് ടീമിന് നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ അല്ലെ. അല്ല എങ്കിൽ അത് തകർന്നു പോകും. എന്ന് പറഞ്ഞ മാതിരി തന്നെ പാർട്ണർഷിപ്പ് ആയിട്ടുള്ള ഫേമുകളൊക്കെ ആണെങ്കിലും അവിടെ സഹകരണ മനോഭാവം ഉണ്ടാവണം അല്ലെ. ഒരു കൃത്യമായിട്ടുള്ള ചിലപ്പോൾ ഒരാൾ നേരത്തെ വന്നു ഒരു കൂട്ടര് വൈകി വരികയാണ് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പാർട്ണർഷിപ്പ് ഫേമില് എപ്പോഴും കോൺഫ്ലിക്റ്റുകൾ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഉണ്ടാവില്ലേ? തർക്കങ്ങൾ വരാൻ സാധ്യത കൂടുതലല്ലേ? ആണോ? ശരിയല്ലേ? പാർട്ണർഷിപ്പ് ഫേമിലൊക്കെ ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ഒരേപോലെ അല്ലെ അല്ല നല്ല രീതിയിൽ അച്ചടക്ക മനോഭാവത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോയാൽ മാത്രമാണ് അത് നല്ല രീതിയിൽ സഹവർത്തിത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനൊക്കെ സാധിക്കുകയുള്ളൂ. ഇനി വീണ്ടും കോർപ്പറേറ്റീവ് ഫേംസുകൾ നമുക്കറിയാം, സഹകരണ സംഘങ്ങളെ കുറിച്ചിട്ട് അറിയാം. അവിടെ സഹകരണ സംഘങ്ങളിൽ അവിടെ എടുത്തു പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ട്രസ്റ്റ്, കമ്മ്യൂണിറ്റി അണ്ടർസ്റ്റാൻഡിങ്, അതായത് നല്ല വിശ്വാസം, നല്ല ഒരു മനസ്സിലാവുന്ന ഒരു രീതിയൊക്കെ ഉണ്ടാവുമ്പോഴാണ് എല്ലാവരും ആ ഒരു സംഘത്തില് അല്ലെ. എല്ലാവരും ഇപ്പൊ മിക്കപ്പോഴും ചീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. സോ അങ്ങനെ ഒരു വിശ്വാസം യോഗ്യമല്ല എങ്കിൽ എന്താണ്, ആ ഒരു സ്ഥാപനത്തിന് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. നല്ലൊരു വിശ്വാസം, നല്ലൊരു അല്ലെ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് സക്സസ് ആയിട്ട് ആ ഒരു ഫേമിന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. കെയറിങ്, കമ്പാഷൻ, ഓക്കെ, അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു കരുതല് അല്ലെ. അവിടെ ആ ഒരു കരുതലും എല്ലാം ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമാണ് അതിന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഒരു ട്രസ്റ്റ് ആണെങ്കിലും
അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കരുതൽ അവിടെ ആവശ്യമാണ്. സൈക്കോളജിക്കലി ഓണർഷിപ്പ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു അല്ലെ നമ്മുടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഓണർഷിപ്പ് പവർ ഒക്കെ അതിനുണ്ട് അല്ലെ. ഒരു സൊസൈറ്റി ആണെങ്കിലും അത് അതിൻ്റെതായിട്ടുള്ള ഒരു ഓണർഷിപ്പ് പവർ അതിനുണ്ടാവും. നമുക്കറിയാം അതിൻ്റെതായ സീലിംഗ് കാര്യങ്ങളും അല്ലെ, അതൊക്കെ ആയിരിക്കും അതിന്റെ ഒരു ഓണർഷിപ്പ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും സ്വയം മോട്ടിവേഷൻ കൊടുക്കുക അല്ലെ, മറ്റുള്ളവർക്കും ഇതില് ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനോ അല്ലെ, ഇതിൽ നിന്ന് കുറച്ച് ഫണ്ടൊക്കെ അല്ലെങ്കിൽ ലോണും കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ട് മുന്നേറാനായിട്ടുള്ള ഒരു സെൽഫ് മോട്ടിവേഷൻ ഒക്കെ അവിടെ നിന്ന് അവൈലബിൾ ആണ് എങ്കിൽ മാത്രമാണ് അവിടെയുള്ള മെമ്പേഴ്സ് അതിൽ നിന്ന് കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാനായിട്ട് ശ്രമിക്കുകയുള്ളൂ അല്ലെ. നമുക്കറിയാം ഒരു വിശാലമായിട്ടുള്ള റേഞ്ചാണ്. വേണമെങ്കിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് അറേഞ്ച് ചെയ്യാം. അവർക്ക് എന്തെങ്കിലും തൊഴിലുകൾ അഭ്യസിപ്പിക്കാം, ലോണുകൾ വാഗ്ദാനം ചെയ്യാം, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിർമ്മിച്ചു കൊടുക്കാം അല്ലെ, സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ എന്തെങ്കിലുമൊക്കെ നിർമ്മിച്ചു കൊടുക്കാം. അങ്ങനെ പലതരത്തിൽ വൈഡായിട്ട് അല്ലെ വിശാലമായിട്ടുള്ള റേഞ്ച് ഉണ്ട്. പക്ഷെ അതിന് പബ്ലിക് നല്ലൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം. പബ്ലിക്കിന്റെ ഉള്ളിൽ നല്ലൊരു വിശ്വാസം ഉണ്ടാക്കണം. നല്ല രീതിയിൽ മൂവ് ചെയ്ത് പോയാൽ മാത്രമാണ് ഈ ഒരു വിശാലമായ റേഞ്ചിൽ നിന്ന് അല്ലെ നല്ല രീതിയിൽ ആക്സെപ്റ്റബിൾ ആയിട്ട് അല്ലെ ഒരു സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. ദെൻ പാഷൻ, കമ്മിറ്റ്മെന്റ്, ഓർഗനൈസേഷൻ ഗോൾസ്. നമുക്കറിയാം നമ്മുടെ ഓർഗനൈസേഷന്റെ എന്താണോ ഈ ഒരു കോർപ്പറേറ്റ് സ്ഥാപനം ലക്ഷ്യമിടുന്നത് അത് നേടിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ആ ഒരു സ്ഥാപനത്തിനോട് ഒരു മമത ഉണ്ടാവണം. എങ്കിൽ മാത്രമാണ് അവിടെയുള്ള മെമ്പേഴ്സും നല്ല കമ്മിറ്റ്മെന്റോട് കൂടി അല്ലെ അതിനോടുള്ള കടപ്പാടോടുകൂടി പ്രവർത്തിക്കുകയുള്ളൂ. സോ അവര് റെഗുലർ ആയിട്ട് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇൻ കേസ് ഒരു സ്ഥാപനം സ്ഥാപിക്കുകയാണെങ്കിൽ റെഗുലർ ആയിട്ട് അവർ ഡ്യൂട്ടി ചെയ്യുന്നു. അതിനനുസരിച്ച് സൊസൈറ്റി തരുന്ന ആനുകൂല്യങ്ങളൊക്കെ നേടിയെടുക്കുന്നു. അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് അല്ലെ, അത് ആ ഒരു സൊസൈറ്റി നല്ലതാണ് എങ്കിൽ മാത്രമാണ് അതിനോടൊരു പാഷൻ ഈ പബ്ലിക്കിനും ഉണ്ടാവുകയുള്ളൂ. സോ അങ്ങനെ വരുമ്പോൾ അവര് കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് അല്ലെ നല്ല എന്താണ് ഒരു എന്താ പറയുന്ന ഒരു ആ സ്ഥാപനത്തിനോട് ഒരു സിൻസിയർ കാണിക്കാനായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു താല്പര്യം അവരിൽ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഓർഗനൈസേഷൻ അതിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോ ഈ സ്ഥാപനങ്ങൾക്കൊക്കെ വേണ്ടത് നമുക്കറിയാം നേരത്തെ പറഞ്ഞ എന്താണ് ടീം സ്പിരിറ്റ്. അവര് 1-2 പേഴ്സൺസ് മാത്രം വർക്ക് ചെയ്താൽ പോരാ അല്ലെ, ഓരോ വൈഡ് റേഞ്ച് ആയിട്ട് എന്താണോ അവർക്ക് കൊടുത്തിരിക്കുന്നത് ആ റേഞ്ചിലുള്ളവര് അവര് എന്താണോ ഏറ്റെടുത്തിരിക്കുന്നത് അതിലുള്ളവരെല്ലാം തന്നെ നല്ല രീതിയിൽ കോപ്പറേറ്റീവ് ആയിട്ട് സിൻസിയർ ആയിട്ടൊക്കെ വർക്ക് ചെയ്യാനൊക്കെ തയ്യാറാണ്. അവരല്ലേ അല്ലെ ജനങ്ങളുടെ ഇടയിൽ നല്ലൊരു പേര് പബ്ലിസിറ്റി ഉണ്ടാക്കിയെടുക്കണം. സോ അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള റിസ്കുകളുണ്ട്. എങ്കിൽ മാത്രമാണ് അത് മുന്നോട്ട് പോകാൻ സാധിക്കുക. അതേസമയം 1-2 പേഴ്സൺസ് മാത്രമായിട്ടുള്ള ഒരു പാർട്ണർഷിപ്പ് ആണെങ്കിൽ 2 പേരും നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യണമെന്നേ ഉണ്ടാവുള്ളൂ. അവര് ഒക്കെയാണ് എങ്കിൽ തീർച്ചയായും അത് വിജയിക്കാനായിട്ട് സാധിക്കും. അവർക്കൊരു നല്ല അച്ചടക്ക മനോഭാവവും അല്ലെങ്കിൽ എന്താണ് ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് എന്നൊക്കെ ഉള്ള ഒരു റെസ്പോൺസിബിൾ ബിഹേവിയർ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അത് വിജയിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു ചില ഫോമുകൾ സോഫ്റ്റ്വെയർ ഫോമുകളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ലീഡർഷിപ്പ് പവറിൽ അല്ലെ അവിടെ അവരുടെ സ്റ്റാറ്റസും അല്ലെങ്കിൽ റെക്കഗ്നീഷനൊക്കെ അംഗീകാരങ്ങളൊക്കെ പബ്ലിക്കിൽ നിന്നാണ് നേടിയെടുക്കാൻ സാധിക്കുന്നത്. അവര് ഓക്കെ സ്വീകരിക്കുകയാണെങ്കിൽ ഇവരെ നല്ല രീതിയിലുള്ള ഡിസിഷൻസ് അത് തീരുമാനങ്ങൾക്ക് അനുയോജ്യമായിട്ട് അതായത് ഡെവലപ്മെന്റ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ടെക്നോളജി ഒക്കെ വികസിപ്പിക്കുന്നതനുസരിച്ചിട്ട് പീപ്പിൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഓക്കെ അവരുടെ പണികൾ അല്ലെ കൃത്യനിഷ്ഠതയോടുകൂടിയുള്ള പണികളെക്കാൾ ഉപരി അവരുടെ ഇന്റലിജന്റ് ആയിട്ടുള്ള നമ്മുടെ നമുക്കറിയാം നല്ല ബുദ്ധിപൂർവമായിട്ടുള്ള നീക്കങ്ങൾക്കായിരിക്കും അവിടെ പ്രാധാന്യം വരുന്നത്. അല്ലെ അതേപോലെ തന്നെ എല്ലാം അല്ലെ ഡിഫൻസ് ടീം ആണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു അവിടെ ഓരോ വ്യക്തിയും പ്രവർത്തിക്കുക എന്നുള്ളത് അനുസരണയുള്ള രീതിയിലുള്ള പ്രവൃത്തി ഉണ്ടെങ്കിൽ മാത്രമാണ് അതുകൊണ്ട് സക്സസ് ആയിട്ട് നേടിയെടുക്കാൻ സാധിക്കും. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സിലുള്ള ഓർഗനൈസേഷൻ ഏത് ഓർഗനൈസേഷനും അതിൻ്റെതായിട്ടുള്ള ഒരു ബിഹേവിയർ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു ടേബിളിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുള്ളൂ. അതായത് ഏത് സ്ഥാപനമാണെങ്കിലും അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള സവിശേഷ സ്വഭാവം അതിനുണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ഇടയ്ക്ക് പോകുന്തോറും എന്താ പറയണേ നമുക്ക് കുറച്ചുകൂടി എന്നാലും കുറച്ച് കുഴപ്പമില്ല.
പക്ഷേ കുറെ ബിഹേവിയറൽ ആയിട്ടുള്ള കുറെ നേച്ചറുകളൊക്കെയാണ്, ഓരോ വ്യക്തികളുടെ കുറെ നേച്ചറുകളൊക്കെയാണ്. ഇൻഡിവിജ്വൽ ബിഹേവിയർ ഫൗണ്ടേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ബിഹേവിയർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അത് കുറച്ചും കൂടി എന്താ പറയുന്നത്, ഓരോരുത്തരുടെ നേച്ചറൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കി പറ്റുന്ന ഒരു കുറെ കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. ഇത് എന്താ പറയുക, ഓർഗനൈസേഷനെ സംബന്ധിച്ചൊരുക്കുന്ന ഒരു ബിഹേവിയർ ആണ്. ഒരു സ്ഥാപനത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു ശൈലിയുണ്ട്, അല്ലെ, ഒരു രീതിയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കി തരുന്നത്. ഓക്കെ, നമുക്ക് 2 പാരഗ്രാഫ് കൂടി നോക്കാം. It is wrong to assume that one particular model is the best because what is the best is depends on what is known about human behavior in a particular environment. Okay, നമുക്ക് പ്രത്യേകമായിട്ട് ഇത് ഈ മോഡൽ ബെസ്റ്റ് ആണെന്ന് നമുക്ക് നിർവചിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് പറയുന്നത്. കാരണം ഓരോ ഹ്യൂമൻ ബിഹേവിയറിന്റെയും, അല്ലെ, ഓരോ എൻവയോൺമെന്റ് എന്ന് വെച്ചാൽ പർട്ടിക്കുലർ ഏതൊരു സ്ഥാപനമാണോ ആ സ്ഥാപനത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഒരു ഹ്യൂമൻ ബിഹേവിയർ അത് അനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ടായിരിക്കും ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. The primary challenges for management is to identify the model it is actually using and then access its current effectiveness. Okay, പ്രധാനമായിട്ടുള്ള മാനേജ്മെന്റിന്റെ വെല്ലുവിളി എന്ന് പറയുന്നത് ഇതിൽ ഏത് മോഡൽ എടുക്കണം, അല്ലെ. ചില സ്ഥാപനങ്ങളിൽ ചിലപ്പോൾ നമുക്കറിയാം ചില കർശനമായിട്ടുള്ള നിലപാട് എടുക്കുന്ന മാനേജേഴ്സ് ആയിരിക്കും. ചില സ്ഥാപനങ്ങളില് മാനേജേഴ്സ് ചിലപ്പോൾ കർശനമായിട്ടുള്ള ഈ പറഞ്ഞ എന്താ പറയുന്ന ഡിഫൻസ് ടീമിൽ ഉപയോഗിക്കുന്ന നിലപാടുകളായിരിക്കില്ല ചില സ്ഥാപനങ്ങളിലെ മാനേജറുകൾ യൂസ് ചെയ്യുന്നത്. ഇല്ല, എങ്ങനെ വ്യത്യസ്തമാവാനായിട്ടുള്ള സാധ്യതകളില്ലേ? ഉണ്ടാവോ? ഉണ്ടാവോ? അങ്ങനെയുള്ള നിലപാടുകൾ എടുക്കുന്ന മാനേജേഴ്സ് ഉണ്ടാവോ? ഞാൻ ഇതിനിടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നത് ഒക്കെയാണ്. ഇതില് എനിക്ക് പറഞ്ഞ നിങ്ങൾ ചോദിച്ചു അതിലെ ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും വരാറുണ്ടോ? ഒരു ക്വസ്റ്റ്യൻ ഞാൻ നോട്ട് ചെയ്തിരുന്നു. അതായത് ഇതിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മോഡൽ ഫോക്കസസ് ഓൺ അതോറിറ്റി ആൻഡ് ഒബീഡിയൻസ്. അത് എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെ. ഏതായിരിക്കും? അതിൽ ഓപ്ഷൻ തന്നത് ഇതാണ്: ഓട്ടോക്രാറ്റിക്, സപ്പോർട്ടീവ്, കൊളേജിയൽ, അല്ലെ. കൊളേജിയൽ എന്നുള്ള രീതിയിലാണ് അവിടെ തന്നത്, ഓട്ടോക്രാറ്റിക്. ഓക്കെ, അപ്പോ അത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നായിരുന്നു. അപ്പൊ ഞാനത് നോട്ട് ചെയ്ത് വെച്ചത്. എനിക്കറിയാമായിരുന്നു ഇതിന് ക്വസ്റ്റ്യൻ വരുമെന്നുള്ളത് നിങ്ങളുടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടായിരുന്നു. അതായത് ഇങ്ങനെ വിച്ച് ഓഫ് ദ ഫോളോയിങ് മോഡൽ ഫോക്കസ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കും ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഭയങ്കര എന്താ പറയുക വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമല്ല എങ്കിലും ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇപ്പൊ ഒബീഡിയൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അനുസരണം എന്നുള്ള ഒരു രീതിയിലുള്ള മോഡൽ. അത് ഇതാണ് നമുക്കറിയാം, നമ്മുടെ ഡിഫൻസ് ടീമാണ് ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ഒരു പവർ ഉപയോഗിച്ചിട്ടാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത്, അല്ലെ. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് തരാം. ദെൻ നമ്മള് നെക്സ്റ്റ് എന്താണ് എടുത്തു പോകുന്നത്, നമ്മുടെ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞു ഏതാണ് ഏറ്റവും മോസ്റ്റ്ലി, അല്ലെ, പ്രത്യേക മാതൃക ഏറ്റവും മികച്ചതാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം മനുഷ്യന്റെ പെരുമാറ്റ രീതി അനുസരിച്ചിട്ട് വ്യത്യസ്തമാകാം, അല്ലെ. നമ്മളിപ്പോ ഡിഫൻസ് ടീമിലാണ് എങ്കിലും ആരെങ്കിലൊക്കെ റോങ് ആയിട്ട് ചെയ്യുന്നവരും ഉണ്ടാവാം, അല്ലെ. കറക്റ്റായിട്ട് ഒബീഡിയൻസ് വേണമെന്നൊക്കെ നിഷ്കർഷിച്ചാലും, അല്ലെ, നമ്മൾ ചില ഫിലിമിലൊക്കെ കാണാം ചിലവരെങ്കിലും, അല്ലെ, അവിടെ തിരിഞ്ഞ് പ്രവർത്തികളൊക്കെ ചെയ്യുന്നുണ്ട്, അല്ലെ. അപ്പൊ അങ്ങനെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ബിഹേവിയറൽ ആയിട്ടുള്ള ചേഞ്ചസ് അനുസരിച്ചിട്ട് നമ്മൾ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോകാനായിട്ട് പറ്റിയെന്ന് വരില്ല. നമുക്കറിയാം തെരഞ്ഞെടുക്കുക ഇപ്പൊ ഏത് മോഡലാണ് നമ്മുടെ ഇതിൽ തെരഞ്ഞെടുത്ത് കൊണ്ടുപോകാന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം തന്നെയാണ്. ചില ഓർഗനൈസേഷനിലൊക്കെ ആണെങ്കിൽ മാനേജർ ഭയങ്കര സീരിയസ് ആയിരിക്കും. ചില ഓർഗനൈസേഷനിലൊക്കെ മാനേജേഴ്സ് വളരെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നവരുണ്ടാവും, അല്ലെ, മുന്നോട്ട് പോകുന്ന സ്ഥാപനങ്ങളും ഉണ്ടാവും. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് ഏത് വേണം എന്നുള്ളത് തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് പ്രധാനമായിട്ടും ഇവിടെ പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് അവിടെ prevailing philosophy or vision and goals of a managers affect their organization behavior model. Okay, നമുക്കറിയാം അവിടെ എന്താണ് വ്യത്യസ്ത വീക്ഷണകോണുകളും അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ഏത് തരത്തിലുള്ള മോഡലാണ് എടുക്കേണ്ടതെന്നൊക്കെ നമുക്കറിയാം. ചില സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഒക്കെ ആണെങ്കിൽ മാനേജേഴ്സ് ഒരുപാട് കർക്കശ നിലപാടുകളൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അതേസമയം
ചില സ്ഥാപനങ്ങളിലൊക്കെ അത് മസ്റ്റായിട്ടും അങ്ങനെ ഒരു കർക്കശം ഉണ്ടായാൽ മാത്രം നന്നായിട്ട് പോകുന്ന സ്ഥാപനങ്ങളും ഉണ്ടാവാം. ഓക്കെ, അതൊക്കെ ആ ഓർഗനൈസേഷന്റെ ലക്ഷ്യം അവരുടെ ആ ഒരു വീക്ഷണകോണുകളിൽ നിന്നൊക്കെയാണത് തീരുമാനിക്കുന്നത്. ഇൻ അഡീഷൻ എൻവയറമെന്റൽ കണ്ടീഷൻസ് in some industries, for example, may drive firms towards the more collegial models, since rapid decision making and flexibility are needed. Okay. Okay, നമുക്ക് എന്തെങ്കിലുമൊക്കെ അല്ലെ ചില തീരുമാനങ്ങളൊക്കെ പെട്ടെന്ന് എടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അത് അത്തരത്തിലുള്ള സ്ഥാപനങ്ങളൊക്കെ അങ്ങനെ എടുക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. കാരണം ദ്രുതഗതിയിൽ തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ട ഒരു ഫേമുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എന്താണ് കൊളോഡിയൽ മോഡൽസ് തന്നെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത്. അവിടെ പ്രധാനമായിട്ടും പറയേണ്ടതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ എടുക്കണം. സിൻസ് റാപ്പിഡ് ഡിസിഷൻസ് മേക്കിംഗ് ആൻഡ് ഫ്ലെക്സിബിൾ ആണ് വേണ്ടത്. ചേഞ്ചസ് അനുസരിച്ചിട്ട് തന്നെ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടെങ്കിൽ അതനുസരിച്ച് ഇപ്പൊ ഇൻ കേസ് ഡ്രൈവിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലെ, അവിടെ ചിലപ്പോ ആ മൊമെന്റിൽ എന്താണോ വരുന്നത് അതനുസരിച്ചിട്ട് തന്നെ ടേൺ ചെയ്യണം അല്ലെ. അപ്പൊ റാപ്പിഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള യോഗ്യമായ രീതിയിൽ തന്നെ അതാണ് ഒരു ചെറിയൊരു ഇതായിട്ട് വരുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ദിസ് സജസ്റ്റ് ദാറ്റ് വൺസ് മോഡൽ ഷുഡ് നോട്ട് ബി സ്റ്റാറ്റിക് ആൻഡ് ചേഞ്ചിങ് ബട്ട് അഡാപ്റ്റഡ് അക്രോസ് ടൈം. ഓക്കെ, അതായത് ഒരാളുടെ മാതൃക അത് നമ്മൾ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണമെന്ന് ഒരിക്കലും പറയില്ല. അത് പൊരുത്തപ്പെടുന്ന രീതിയിൽ അല്ലെ കാലാന്തരത്തിൽ നമുക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുന്നു. ചിലപ്പോൾ വേണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി കർക്കശ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ഒരു കോപ്പറേറ്റീവ് ആയിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കും. ഇൻ കേസ് വളരെ സോഷ്യൽ അല്ലെ വളരെ ഫ്രീഡം കൊടുത്തുകൊണ്ട് പോകുന്ന ഒരു കാര്യമാണെങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ ഒന്ന് കുറച്ച് ടൈറ്റ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചേഞ്ചസ് വരുത്താം. ഓക്കെ, അപ്പൊ എനിവേ എന്താണെങ്കിലും ഏത് മോഡലിൽ വേണമെങ്കിലും സ്വീകരിക്കാം. പക്ഷെ അത് അതിനനുസരിച്ചിട്ടുള്ള ഒരു രീതി അനുസരിച്ചിട്ട് അല്ലെ. അതാണ് പറയുന്നത് ദിസ് സജസ്റ്റ് ദാറ്റ് വൺസ് മോഡൽ ഷുഡ് നോട്ട് ബി സ്റ്റാറ്റിക് ആൻഡ് ചേഞ്ചിങ് ബട്ട് അഡാപ്റ്റഡ് അക്രോസ് ടൈം അല്ലെ. അവിടെ പൊരുത്തപ്പെടുന്ന അതനുസരിച്ച് കാലാകാലങ്ങളെ പൊരുത്തപ്പെടുന്ന അനുസരിച്ചിട്ട് തന്നെ നമ്മളത് സ്വീകരിച്ച് കൊണ്ടുപോകാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. ഒരു മോഡലും നമ്മൾ ഫോളോ ചെയ്യണമെന്ന് വാശി പിടിക്കരുത്. ഇന്ന രീതിയിൽ ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ ആ പാർട്ണർഷിപ്പ് രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്യാം. ചിലപ്പോൾ വേണമെങ്കിൽ പാർട്ണർഷിപ്പ് രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ആ ബിസിനസ് സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയില്ല എന്ന് വരുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് അല്ലെ അവര് കെയർലെസ് ആയിട്ടാണ് ആ പാർട്ട്ണർ കൈകാര്യം ചെയ്യണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഫുൾഫിൽമെന്റ് അല്ലെ അവരുടേതായിട്ടുള്ള എഗ്രിമെന്റ്സ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ഫൈനലൈസേഷൻ നടത്തിയിട്ട് ചിലപ്പോൾ അല്ലെ സ്വന്തമായിട്ട് തന്നെ അത് കൈകാര്യം ചെയ്തെടുക്കും. ഏത് കാര്യം അങ്ങനെയാണ്. അപ്പൊ ഇൻ കേസ് ഏത് ബിസിനസ് ഫേമിലാണെങ്കിലും നമുക്ക് അച്ചടക്ക നടപടികൾ കർക്കശമായിട്ട് വേണമെങ്കിൽ കൈകാര്യം ചെയ്യാം. ഇപ്പൊ ഹോസ്പിറ്റലിലെ വിങ്ങുകളൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ചിലപ്പോ ഹ്യൂമൻ ബീയിങ്ങുകളൊക്കെ അവിടെ കറക്റ്റ് ആയിട്ട് കർക്കശ നിലപാട് സമയത്തിനെ തന്നെ കൈകാര്യം ചെയ്യണമെങ്കിൽ അവിടെ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു. ആ സ്ട്രക്ചറിൽ ഒരു പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സ്ട്രിക്റ്റ് ഓർഡറൊക്കെ ആവശ്യമായിട്ട് വരും. അപ്പൊ അത് ഓരോ രീതി അനുസരിച്ചിട്ട് അല്ലെ ഒരു ഓർഗനൈസേഷന്റെ ഒരു നേച്ചർ അനുസരിച്ചിട്ട് നമുക്ക് പല രീതിയിലുള്ള മോഡല് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഇവിടെ എടുത്തു പറയുന്നത്. ഓക്കെ, ഏതാണോ ഒന്ന് വായിച്ചു നോക്കാം. എന്താണ് കുറച്ച് എന്താ പറയുക, ഒരു ദിവസം എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അത് ഒരു ഇതാണ്. ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കിയാൽ നിങ്ങളുടേതായ ഭാഷയിലൊക്കെ ഒന്ന് കൈകാര്യം ചെയ്തിരിക്കാം. ജസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ. ഓർഗനൈസേഷന്റെ ഒരു ബിഹേവിയർ അനുസരിച്ചിട്ട് നമുക്ക് മോഡല് യൂട്ടിലൈസ് ചെയ്യാം. ഏത് മോഡൽ വേണമെങ്കിലും സ്വീകരിക്കാം എന്നുള്ളതാണ് പ്രധാനമായിട്ടും വരുന്നത്. ഓക്കെ, ഇവിടെയും ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. അതായത് ഏറ്റവും വലിയ ചാലഞ്ചസ് എന്താണെന്നുള്ളതാണ് അറിയാം. ഏത് മോഡല് യൂസ് ചെയ്യണമെന്നുള്ളതും നമുക്കറിയില്ല അല്ലെ. വിച്ച് മോഡലാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് മാനേജേഴ്സിനെ സംബന്ധിച്ച് വലിയൊരു ചാലഞ്ചസ് തന്നെയാണ്. The primary challenges for management is to identify the model of its actually using and then assess its current effectiveness.
ഓക്കെ, ഫലപ്രാപ്തിയിൽ എത്തിപ്പെടാൻ പറ്റുമോ എന്നുള്ളതൊന്നും കൃത്യമായിട്ട് മാനേജേഴ്സിന് പറയാനായിട്ട് സാധിക്കില്ല അല്ലെ. അതൊരു പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി തന്നെയാണ്. ഏത് മോഡലാണ് യൂസ് ചെയ്യേണ്ടതെന്നോ കറക്റ്റ് ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് വരുമെന്നൊന്നും വിലയിരുത്താനായിട്ട് മാനേജേഴ്സിന് പറ്റിയെന്ന് വരില്ല എന്നുള്ളത്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? വായിച്ചു നോക്കാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? എന്തെങ്കിലും പറയേണ്ടതുണ്ടോ ഏതെങ്കിലും ഭാഗത്ത്? ക്ലിയർ ആണോ? ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. നമ്മൾ ഇന്ന് സിസ്റ്റം അപ്രോച്ചും ഇതിനൊപ്പം തന്നെ ഓർഗനൈസേഷൻ ബിഹേവിയർ ആണ്. മോഡൽ ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയർ. ഇൻ കേസ് ഒരു മോഡൽ ഫോളോ ചെയ്ത് നോക്കിയിട്ട് ചിലപ്പോൾ ഓർഗനൈസേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹ്യൂമന്റെ ബിഹേവിയർ അല്ലെ, അതുകൊണ്ടാണ് അവിടെ നമ്മൾ എടുത്ത് പറഞ്ഞു ഓർഗനൈസേഷന്റെ ബിഹേവിയർ ഡിഫറെന്റ് ആവാനായിട്ടുള്ള സാധ്യത ഡിഫറെന്റ് ആയിട്ടാണ് വരുന്നത്. സോ നമ്മൾ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു രീതി ഫോളോ ചെയ്യണമെന്നില്ല. നമ്മളിപ്പോ ഒരു രീതി ഫോളോ ചെയ്ത് അവിടെയുള്ള എംപ്ലോയീസ് നമ്മൾ ഹാൻഡിൽ ചെയ്ത് പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും ഈ ഒരു രീതി കൊണ്ട് അവിടെയുള്ള പീപ്പിൾസ് നന്നായിട്ട് പോകണമെന്നില്ല. ഓക്കെ, എംപ്ലോയീസ് നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യണമെന്നില്ല. സോ നമ്മളെ പറ്റി ഏതെങ്കിലും രീതി ചിലപ്പോൾ അവനെ സഹകരിച്ചു പോകാനായിരിക്കും താല്പര്യം, അവര് എംപ്ലോയീസ് താല്പര്യപ്പെടുന്നത്. സോ സഹകരിച്ചു പോകേണ്ടതായിട്ട് അവരോടൊപ്പം നിൽക്കേണ്ടതായിട്ട് ചിലപ്പോ അവര് അല്ലെ അവരോടൊപ്പം നിൽക്കുമ്പോൾ അവര് മിസ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് കർക്കശമായിട്ട് മുന്നോട്ട് ചിന്തിക്കേണ്ടതായിട്ട് വരും. സോ അതെല്ലാം തന്നെ അതനുസരിച്ചിട്ട് മാനേജർ അല്ലെ മാനേജ്മെന്റ് അതനുസരിച്ചിട്ട് തന്നെ നിലപാടുകൾ എടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.